Hello friends, welcome back to Vinu's Vlogs and Kitchen. ഇന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പൈസി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മുളക് ബജിയാണ്. ഞാനിവിടെ ബജി ഉണ്ടാക്കാനായിട്ട് 8 മുളകാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ചില മുളകിന് നല്ല എരിവായിരിക്കും. അതുകൊണ്ട് എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ അതിനുള്ളിൽ സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴും ഇത് സീഡ് കളഞ്ഞ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് സ്പൈസി മുളക് ബജി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സീഡ്സ് ഒന്നും കളയണ്ട, രണ്ടായിട്ട് മുറിച്ച് ഫ്രൈ ചെയ്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ മുളകാണ്, അതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ വലിയ മുളകെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജി റെഡിയാക്കാനുള്ള മാവൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കാം. കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ബജി നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട് ആവശ്യമായ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് ലൂസാവാതെ കുറച്ച് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ഒരുപാട് ലൂസായി പോയാൽ മുളകിൽ പിടിക്കില്ല. വെള്ളം കൂടിപ്പോയാൽ ബജി പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നല്ലൊരു കളറിന് വേണ്ടി അവസാനം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ തിക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവിൽ മുക്കി മുളക് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബജി ഇട്ട് കൊടുക്കണം. മുളകിൻ്റെ പുറത്ത് നനവുണ്ടെങ്കിൽ അത് തുടച്ചു കൊടുത്തിട്ട് മാവിൽ മുക്കണം. നമ്മൾ മുളക് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലൂടെ മാവ് നിറച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വളരെ പെട്ടെന്ന് തന്നെ ബജി ഫ്രൈ ആയി കിട്ടും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ബാലൻസ് ബജിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബജി മാത്രം ഇട്ട് ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ തമ്മിലൊട്ടി ബാറ്റർ ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.